കേരളത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ഡോക്ടർ തരൂരിനെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്ന് അറിവില്ല. ലേഖനം പാർട്ടി പരിശോധിക്കട്ടെ. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി പറയുന്നു വി ഡി സതീശൻ. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല. തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടല്ലെന്നും വിഷയത്തിൽ ദേശീയ നേതൃത്വം മറുപടി പറയട്ടെ എന്നും കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് അതിന് മറുപടി പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനം എന്താണ് ഹൈക്കമാൻഡ് എടുക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയ തരൂരിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. Well, so far I must say that what we've seen from the press statements by both the Prime Minister and by President Trump are very encouraging because it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome. ശ്രീത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, ഇതാദ്യമായല്ല തരൂരിൻ്റെ പരാമർശങ്ങൾ കോൺഗ്രസിനകത്ത് വിമർശന വിധേയമാകുന്നത്. അപ്പോൾ പുതിയൊരു വിമർശനകാലത്തിന് തുടക്കമാണോ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ രാജ്യത്തിന് മാതൃകയാണ് തരത്തിലുള്ള തരൂരിൻ്റെ ലേഖനം? ഇതാ ഇപ്പോൾ ANA-യിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തുന്ന തരൂരിൻ്റെ പ്രതികരണം. ശ്രീത്ത്, ഹാഷ്മി, കേരളത്തിലെയും രാജ്യത്തെയും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മനസ്സിലാക്കാതെയാണ് ഡോക്ടർ ശശി തരൂർ പ്രതികരിക്കുന്നത് എന്ന വിമർശനമാണ് കോൺഗ്രസിൽ പരക്കെയുള്ളത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഇത് ഈ വിഷയങ്ങളിൽ മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തോട് ചേർന്ന് നിൽക്കാത്ത സമീപനമാണ് പ്രതികരണങ്ങളായി തരൂരിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്നലെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കോൺഗ്രസ് കാണുന്നത്. AICC നേതൃത്വമായി കൂടി ആലോചിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ശശി തരൂരിൻ്റെ ലേഖനത്തെ തള്ളിപ്പറഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രവർത്തക സമിതി അംഗമാണ് തരൂർ. അദ്ദേഹത്തെ പോലുള്ള മുതിർന്ന ശ്രേണിയിലുള്ള ഒരു നേതാവിനെ തിരുത്തുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ഒരു കൂടിയാലോചന ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിൽ സർക്കാരുമായി ശക്തമായി എതിർത്ത് സമരരംഗത്തുള്ള പ്രതിപക്ഷ മുന്നണിയുടെ മൊത്തം ആത്മവീര്യം കടത്തുന്ന ഒരു സമീപനമാണ് തരൂർ എഴുതിയ പുകഴ്ത്തൽ ലേഖനമെന്നാണ് കോൺഗ്രസിലും പ്രതിപക്ഷത്തുമുള്ള പരക്കെയുള്ള വിമർശനം. അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ പ്രകടിപ്പിച്ചതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല എന്ന വിമർശനം ശക്തമാണ്. ഇന്നലെ അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു വിമർശനം നിലനിൽക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഗുണകരമാണെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് അതും രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ പിഴവാണെന്നാണ് കോൺഗ്രസിൽ വരുന്ന വിമർശനം. ഇത് കോൺഗ്രസിനെ കൂടി പ്രതിരോധത്തിലാക്കിയത് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ വളരെ വിശാലമായ ഒരു ലേഖനമാണ്. അതിൽ എന്താണ് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുന്നുണ്ട് ആ മേഖല എന്നൊക്കെ തരൂർ പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ആ കണക്കുകൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ ചില പ്രതികരണം കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ലേഖനം തന്നെയല്ലേ തരൂർ പത്രത്തിലെഴുതുന്ന ലേഖനം? തീർച്ചയായും ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലാണ് ചേഞ്ചിങ് കേരള എന്ന തലക്കെട്ടോടുകൂടി ഡോക്ടർ ശശി തരൂരിൻ്റെ ലേഖനം വന്നത്. ഈ മാസം 21, 22 തീയതികൾ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ രാജ്യാന്തര ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുകയാണ്. ഈ സംഗമത്തിന് അരങ്ങൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തരൂരിൻ്റെ ലേഖനം കൂടി വന്നത്. ആ നിലയ്ക്കാണ് തരൂരിൻ്റെ ലേഖനത്തെ ഭരണപക്ഷം വായിക്കുന്നത്. ഇന്നലെ CPIMൻ്റെ മാധ്യമങ്ങളിലും ഇന്ന് പാർട്ടിയുടെ മുഖപത്രത്തിലുമൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ശശി തരൂരിൻ്റെ ലേഖനം വന്നിട്ടുണ്ട്.
MSMEകളുടെ കാര്യം എടുത്താൽ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒരു വർഷം 1 ലക്ഷം സംരംഭകർ എന്ന കാഴ്ചപ്പാടുമായിട്ടാണ് വ്യവസായ മന്ത്രി പി രാജീവ് മുന്നോട്ട് പോയത്. എന്നാൽ KSIDC തന്നെ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത കണക്കിൽ ആ 1 ലക്ഷം സംരംഭങ്ങൾക്ക് ഏതാണ്ട് നല്ലൊരു ശതമാനം പൂട്ടിപ്പോയി എന്നൊരു കണക്ക് വിവരാവകാശ പ്രകാരം തന്നെ നൽകിയ മറുപടിയിലുണ്ട്. അപ്പോൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ, ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സമരരംഗത്തും സഭയിലടക്കം വിമർശനവുമായി നിൽക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ തരൂർ എന്ത് കണക്കുപയോഗിച്ചാണ് സർക്കാരിന് വെള്ളപൂശുന്നത്, സർക്കാരിനെ പ്രകീർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണ് വി ഡി സതീശൻ. പിന്നീട് ഇപ്പോൾ കെ മുരളീധരൻ കൂടി സതീശനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. ഓക്കെ, ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിൽ പറയുന്ന കണക്ക് എവിടെ നിന്നാണെന്ന് അറിയില്ല എന്നടക്കം പ്രതിപക്ഷ നേതാവും കെ മുരളീധരനൊക്കെ പറയുകയാണ്. അപ്പോൾ പുതിയ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു ലേഖനത്തിലൂടെയും അമേരിക്കൻ സന്ദർശനം പുകഴ്ത്തുന്ന ആ പ്രതികരണത്തിലൂടെയും ഡോക്ടർ ശശി തരൂർ.